നെക്സ്റ്റ് ഡിസ്ക്രൈബിങ് ദി ഫങ്ഷനാലിറ്റി ഓഫ് എ FSM ആണ്. FSMൻ്റെ ഫങ്ഷനാലിറ്റീസ് ആണ് പറയുന്നത്. നമുക്ക് മെയിനായിട്ട് 3 ഫങ്ഷനാലിറ്റീസ് ആണ് ഉള്ളത്. വേർഡ് ഡിസ്ക്രിപ്ഷൻ, സ്റ്റേറ്റ് ഡയഗ്രാം, സ്റ്റേറ്റ് ട്രാൻസിഷൻ. അതിൽ വേർഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിൽ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു പുഷ് ബട്ടൺ, ഒരു വിൻഡോ കൺട്രോളർ നമ്മളൊരു പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഒരു സിംഗിൾ പുഷ് ബട്ടൺ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വിൻഡോയുടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കാണിക്കാൻ വേണ്ടി നമ്മളൊരു ഡിസൈൻ സിസ്റ്റം നമ്മൾ പെർഫോം ചെയ്യണേന്. ആ ഡിസൈൻ സിസ്റ്റത്തിൽ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു പുഷ് ബട്ടൺ ഉണ്ട്. ആ ഒരു പുഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണ സമയത്ത് ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ പാസ് ചെയ്യുന്നത് 1 ആയിരിക്കും. അതുപോലെ തന്നെ റിലീസ് ചെയ്യണ സമയത്ത് അതിൻ്റെ വാല്യൂ ഇനീഷ്യൽ സ്റ്റേറ്റ് വാല്യൂ 0 ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മളത് എന്ത് ചെയ്യും, ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ പ്രസ്സിങ് ആയിരിക്കും നമ്മൾ ആ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിലേക്ക് ഫോർവേഡ് ആവുന്നത്. എന്നിട്ട് നമുക്ക് ഒരു കറസ്പോണ്ടിങ് ഒരു മോട്ടർ, നമ്മൾ വിൻഡോ മോട്ടർ നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ വിൻഡോ മോട്ടറിൽ നമുക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് നമുക്ക് പോകുന്നതെങ്കിൽ ആ കറസ്പോണ്ടിങ് വിൻഡോ ഓപ്പൺ ആകും. അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ആ വിൻഡോ കറസ്പോണ്ടിങ് ക്ലോസ് ആകും. ഇതാണ് നമ്മൾ മോട്ടോറിൻ്റെ വർക്കിംഗ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതാണ് ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിൽ നമ്മൾ വേർഡ് ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു പുഷ് ബട്ടൻ്റെ കൺട്രോളിങ് സ്ട്രാറ്റജീസ് നമ്മൾ പറയുന്നത്. അതിൽ ക്ലോക്ക് വൈസ് ഇൻപുട്ടിനെ നമ്മൾ CW എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഇൻപുട്ടിനെ നമ്മൾ CCW എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ആ മോട്ടോറിൻ്റെ നമ്മൾ കറങ്ങുന്നത് നമ്മൾ ഓപ്പൺ ആക്കുക, വിൻഡോസിനെ ഓപ്പൺ ആക്കുക. അതുപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് മോട്ടർ കറങ്ങുന്ന സമയത്ത് നമുക്ക് ആ വിൻഡോ ക്ലോസ് ആയിട്ടായിരിക്കും നമുക്ക് ഫോം ചെയ്യുന്നത്. ഇനി FSMൻ്റെ ഡിസൈൻ പ്രോസസ്സാണ്. FSMന് ഡിസൈൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റെപ്സുകൾ നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ സപ്പോസ് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് P ആണ്. P മീൻസ് പുഷ് ബട്ടൺ. അപ്പോൾ കറസ്പോണ്ടിങ് പുഷ് ബട്ടൺ നമ്മളിവിടെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ 1ഉം റിലീസ് ചെയ്യുമ്പോൾ 0ഉം ആണ്. അപ്പോൾ ഈ 1 ആണ് നമ്മുടെ പ്രസ്ഡും, 0 ആണെങ്കിൽ നോട്ട് പ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഔട്ട്പുട്ടാണ്. നമുക്ക് 2 ഔട്ട്പുട്ടാണ് വരുന്നത്. അതായത് മോട്ടോറിൻ്റെ വർക്കിംഗ് ആണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് കറങ്ങുന്നതെങ്കിൽ അവിടെ CW ആയിരിക്കും വരുന്നത്. അപ്പോൾ വിൻഡോ നമ്മുടെ ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ മോട്ടർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണെങ്കിൽ വിൻഡോ എന്ന് പറയുന്നത് എന്താകും, ക്ലോസ്ഡ് ആയിരിക്കും. ഇതാണ് നമ്മുടെ 2 ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുക. അപ്പം നമുക്കിവിടെ യൂസ് ചെയ്യുന്നത് 4 സ്റ്റേറ്റാണ്. S0 മുതൽ S3 വരെ 4 സ്റ്റേറ്റാണ് നമുക്ക് ഫോം ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഇനീഷ്യലി നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ S1 അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ വിൻഡോ അവിടെ ഓപ്പൺ ആകാനുള്ള സ്ട്രാറ്റജി തുടങ്ങും. ഇനി S2 വിൻഡോ അവിടെ ഫുള്ളി ഓപ്പൺ ആയിരിക്കും. S3 ആകുമ്പോഴത്തേക്കും വീണ്ടും വിൻഡോ ക്ലോസിംഗ് സ്റ്റേജിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4 സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ സ്റ്റേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞായിരുന്നു S0, S1, S2, S3 ഇങ്ങനെ 4 സ്റ്റേറ്റാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് S0 എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്റ്റേജ് ആണ്. അതായത് ഇനീഷ്യൽ എന്ന് പറയുന്നത് വിൻഡോ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യണ സമയത്ത് ബട്ടൺ പ്രസ് മീൻസ് അവിടെ പ്രസ് = 1 ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്പം S0യിൽ നിന്ന് S1ലേക്ക് പോയി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. B = 1 ആയിട്ട് പോയി. അപ്പോൾ കറസ്പോണ്ടിങ് വിൻഡോ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനി വീണ്ടും ഞാൻ ഓപ്പണിങ്ങിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ന് പറയുന്നത് S2 = ഓപ്പൺ ആണ്. S2 = ഓപ്പൺ എന്ന് പറയുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി അതെന്ത് ചെയ്യണം, വീണ്ടും ബട്ടൺ അവിടെ റിലീസാണ് ചെയ്യുന്നത്. അപ്പോൾ റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ബട്ടൺ = 0. അതായത് P വാല്യൂ നമ്മൾ 0 ആയി കഴിയുമ്പോൾ വിൻഡോ എന്താകും, ഫുള്ളി ഓപ്പൺ ആയിട്ടായിരിക്കും മാറുന്നത്.
വീണ്ടും ഞാൻ അവിടെ ബട്ടൺ വീണ്ടും പ്രസ് ചെയ്താൽ മാത്രമേ അത് വീണ്ടും ക്ലോസിങ് സ്റ്റേജിലേക്ക് പോകുള്ളൂ. വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസിൽ, അതായത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത്, അവിടെ ആ സ്റ്റേറ്റിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതായത് ഒരു ടൈമിൽ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് വിൻഡോ ഓപ്പൺ ആകുന്നുണ്ട്, റിലീസ് ആകുമ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ വഴിയാണ് നമ്മൾ പറയുന്നത്. S0യിൽ നിന്ന് S1ലേക്ക് പോകുമ്പോൾ ബട്ടൺ പ്രസ് ചെയ്തു, അപ്പോൾ ഓപ്പണിംഗ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ S1ൽ നിന്ന് S2ലേക്ക് പോകുമ്പോൾ വിൻഡോ ഫുള്ളി ആയിട്ട് ഓപ്പൺ ആയി, അപ്പോൾ മോട്ടർ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആകും. ഫുള്ളി ആയിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ എന്തായി, സ്റ്റോപ്പായി. ഇനി വീണ്ടും മോട്ടർ വീണ്ടും എനിക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ S2യിൽ നിന്ന് S3യിലേക്ക് മാറി. അപ്പോൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വിൻഡോ ക്ലോസ് ആകാനുള്ള ടെൻഡൻസി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, S3യിൽ നിന്ന് S0യിലേക്ക് പോകുമ്പോൾ വിൻഡോ ഫുള്ളി ആയിട്ട് എന്ത് ചെയ്യും, ക്ലോസ്ഡ് ആകും. അപ്പോൾ മോട്ടർ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആകും. ഇതാണ് നമ്മുടെ മെയിൻ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ ഡ്രോ ചെയ്യണതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പ്, നമ്മൾ ടേബിളിനെ സ്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് ടേബിൾ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റും നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടും നെക്സ്റ്റ് സ്റ്റേറ്റും വെച്ചിട്ട് നമ്മുടെ ഔട്ട്പുട്ടിനെ പ്രെഡിക്റ്റ് ചെയ്യലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് നമുക്കറിയാം ഏതൊക്കെയാണ്, S0യും S1ഉം S2ഉം S3യും. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കേസസും കൂടി ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. S0 മീൻസ് ക്ലോസ്ഡ് ആയിരിക്കും, S1 ഓപ്പണിംഗ് ആണ്, S2 ഓപ്പൺ ആണ്, S3 ക്ലോസിംഗ് ആണ്. ഇനി നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് S0 സ്റ്റേജിൽ 0 ആകാം, 1 ആകാം. അതുപോലെ S1 സ്റ്റേജിൽ 0 ആകാം, 1 ആകാം. S2ൽ 0യും 1ഉം കൊടുക്കുക, S3യിലും 0യും 1ഉം കൊടുക്കുക. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് പ്രസൻറ്റ് സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാം. അതായത് S0 0 ആകുന്ന കേസിൽ, S0 0 ആകുന്ന കേസിലാണെങ്കിൽ എൻ്റെ ബട്ടൺ ഇവിടെ പ്രസ്സിങ് നടക്കുന്നത് 1 കൊടുക്കുമ്പോൾ മാത്രമാണ് S1 സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ S0 ബട്ടൺ നോട്ട് പ്രസ്ഡ് ആകുന്നുള്ള കേസിൽ അവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ സോ എൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ്റെ കറൻറ്റ് സ്റ്റേറ്റ് എന്താണോ അതാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്, അതായത് S0 ആയിട്ട് തന്നെ വരും. അപ്പം ഇനി അതുപോലെ തന്നെ S0 1 ആകുന്ന കേസിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, S0 1 ആകുന്ന കേസിൽ നമുക്ക് ബട്ടൺ പ്രസ്സിങ് ആണ്, അപ്പോൾ സ്റ്റേറ്റ് അവിടെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. S0 1 ആയപ്പോൾ സ്റ്റേറ്റ് എന്തായി, S1ലേക്ക് മൂവ് ചെയ്തു. ഇനി S1 0 ആകുന്ന കേസിൽ, S1ൽ നിന്ന് 0 ആകുന്ന കേസിൽ ബട്ടൺ ഞാനിവിടെ നോട്ട് പ്രസ്ഡ് ആണ്, അപ്പോൾ സ്റ്റേറ്റ് എന്തായി മാറി, ചേഞ്ച് ചെയ്തു, S2 ആയിട്ട് മാറി. ഇനി S1 1 ആകുന്ന കേസിൽ എനിക്കിവിടെ 1ൽ ഓപ്പറേഷൻ നടക്കുന്നില്ല. അപ്പോൾ സോ എൻ്റെ പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ അത് തന്നെയായിരിക്കും ഞാനിവിടെ ഫോം ചെയ്യുന്നത്. അതുപോലെ S2യുടെ കേസിൽ S2 0 ആവുന്ന കേസും S2 1 ആവുന്ന കേസും S3 0 ആവുന്ന കേസും S3 1 ആവുന്ന കേസും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, തന്നിരിക്കുന്ന സ്റ്റേറ്റ് ഡയഗ്രാം വെച്ച് നമ്മൾ